നമ്മൾ എടുക്കുന്ന സാക്രിഫൈസിനനുസരിച്ചായിരിക്കും നമുക്ക് എപ്പോഴും റിസൾട്ട് ഉണ്ടാകും. നമ്മൾ എടുക്കുന്ന സാക്രിഫൈസ് അത്ര വലുതാണ്. ലൈക്ക് 2 years നമ്മളെ വീട്ടിൽ നിന്ന് മാറി നിന്ന് നമ്മളൊരു ഹോസ്റ്റലിൽ അല്ലെങ്കിൽ അവിടെ വീടെടുത്ത് ഡേ സ്കോളറായിട്ട് പഠിച്ച് ഇപ്പോൾ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ വിട്ട് നിന്ന് അങ്ങനെ പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ബ്രില്യൻറ്റിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെ കിട്ടും. ഇപ്പോൾ പരീക്ഷകൾ നടക്കുമ്പം 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റും. അപ്പോൾ തെറ്റുമ്പം അദ്ദേഹം വലുതായിട്ട് ഡെസ്പാവും. അപ്പം വന്നിരുന്ന് പറയാം അച്ഛാ അത് തെറ്റിപ്പോയി. അപ്പം ഞാൻ പറയുന്നത് ആ തെറ്റിപ്പോയത് നമുക്ക് ഇനി ഒരിക്കലും തെറ്റത്തില്ല. അതാണ് അതിൻ്റെ പ്ലസ് പോയിന്റ്. മോഡൽ എക്സാംസ് ഇൻ ജനറൽ നമുക്ക് വൺ ഓഫ് ദി ബെനിഫിഷ്യൽ സാധനങ്ങൾ തന്നെയാണ്. അതില്ലാതെ നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഓരോ പരീക്ഷയ്ക്കും മാർക്ക് കുറയുമ്പം ബെർലിനിൽ സാർമാർ തന്നെ വിളിക്കും. എന്ത് പറ്റി നീരജ്, എന്താണത്, ഏത് ക്വസ്റ്റ്യൻ ആണ് തെറ്റിയത്, എന്തുകൊണ്ട് പറ്റിയതാണ്. അതൊരു വല്ലാത്ത മോട്ടിവേഷനായിരുന്നു. റിസൾട്ടാണ് ആക്ച്വലി ബ്രില്യൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. ബ്രില്യൻറ്റിൽ പഠിക്കുന്നതുകൊണ്ട് ആ ഒരു ഹെവി കോമ്പറ്റീഷനിൽ കിട്ടുന്ന ഒരു ഇതുണ്ട്. ആ എക്സാം എഴുതി ആ റിസൾട്ട് നോക്കുമ്പോൾ കിട്ടുന്നൊരു. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും നല്ല ബ്രില്യൻ്റ് ടോപ്പേഴ്സാണ്. ഒരു രക്ഷകർത്താവെന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ കുട്ടിയുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. 1-2 പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കുറയാം, പക്ഷേ അതൊരു പെർമനൻ്റ് അല്ല. അവനെ നമ്മൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാം. നിന്നെക്കൊണ്ടത് പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു. നിനക്കിത് തെറ്റിയത് അപ്പോഴത്തെ ഒരു പിശകുണ്ട്. ആ ക്ലാസ് റൂമിൽ അപ്പം പറ്റിയ പിശകാണത്. അതുകൊണ്ട് ഒരു കാരണവശാലും വിഷമിക്കേണ്ട. നമുക്ക് നമ്മുടെ ടെൻഷൻ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ പറയേണ്ടതും പിള്ളേരുടെ അത് തന്നെയാണ്. ആക്ച്വലി ബ്രില്യൻറ്റിനോട് എനിക്ക് ഏറ്റവും വലിയ താങ്ക്സ് ഉള്ള കാര്യം എന്ന് വെച്ചാൽ നീറ്റ് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡക്ഷനാണ്. നമുക്ക് നീറ്റ് 2025 ഹാർഡർ ആയതുകൊണ്ട് നീറ്റ് 2026 ഹാർഡർ ആകുമെന്നുള്ളൊരു ചാൻസ് ഫാക്ടർ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്രില്യൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാക്ടറാണ്. നമുക്ക് ഞങ്ങൾ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടൊരു കാര്യമാണ് നീറ്റ് അഡ്വാൻസ്. ഹായ് ഓൾ, അങ്ങനെ നീറ്റ് 2026 റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളം ഒന്നടങ്കം ഇപ്പോൾ ബ്രില്യൻറ്റിലെ ടോപ്പേഴ്സിലേക്ക് എത്തുമ്പോൾ അതിലേറ്റവും പ്രധാനിയായിട്ടുള്ള ഒരാൾക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്, നീരജ് ബി. 2026 നടന്ന നീറ്റ് എക്സാമിനേഷനിൽ കേരളത്തിലെ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ നീരജ് ബി. കെ മാന്നാനം സ്കൂളിലെ +1+2 പഠനത്തോടൊപ്പം ബ്രില്യന്റിന്റെ IIT എയിംസ് ഇന്റഗ്രേറ്റഡ് 2-year പ്രോഗ്രാമിലൂടെയാണ് നീരജ് ഈ മികച്ച വിജയം നേടിയെടുത്തത്. വില്ലേജ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന ബിജു ജിയുടെയും സ്റ്റാഫ് നഴ്സായ രേഖ എസിന്റെയും മകനാണ് നീരജ്. കേൾക്കാം നീരജിന്റെ വാക്കുകൾ. ആദ്യമേ നീരജിന് എല്ലാവിധ ആശംസകളും. വലിയൊരു നേട്ടമാണ് നീരജ് കരസ്ഥമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം നീറ്റ് 2026 ഒരുപാട് വിവാദങ്ങൾക്ക് അവസാനമാണ് ഇപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ റീനീറ്റ് എഴുതുന്നു, നല്ലൊരു സ്കോർ കരസ്ഥമാക്കുന്നു. അന്നും ഇന്നും ബ്രില്യൻറ്റിനെ മുന്നിൽ നിന്ന് നയിച്ച നീരജാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നീരജിൻ്റെ ഒരു വിജയ രഹസ്യം നമുക്കറിയാനുണ്ട്. ആദ്യം നമുക്ക് നീരജിൻ്റെ നാട് എവിടെയാണ്, നീരജ് ബ്രില്യൻറ്റിലെ ഏത് പ്രോഗ്രാമിലാണ് പഠിച്ചത്, ആൻഡ് പേരൻസിനെയൊക്കെ നീരജ് തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരും. ഹലോ എവരിവൺ, അപ്പോൾ ഞാൻ നീരജ് ബി. ഞാൻ കൊല്ലം സ്വദേശിയാണ്. 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം കെ മാന്നാനത്ത് എടുത്തതാണ്. അത് ബ്രില്യൻറ്റിൻ്റെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. ആൻഡ് എനിക്ക് ഒരു 3 years ഫൗണ്ടേഷൻ എക്സ്പീരിയൻസും ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ജേർണിയിൽ എൻ്റെ കൂടെ എപ്പോഴും നിന്നാണ് എൻ്റെ ഫാദർ ബിജു ജി ആൻഡ് മൈ മദർ രേഖ എസ്. ഫാദർ എന്ത് ചെയ്യുന്നു? ആർപ്പൂക്കര വില്ലേജ് ഓഫീസറാണ്. മദർ സ്റ്റാഫ് നഴ്സാണ്, തേവലക്കൻ. അപ്പോൾ നീരജ് പറഞ്ഞ പോലെ തന്നെ നീരജിന്റെ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു വിജയത്തില് വലിയൊരു സ്വാധീനം ചെലുത്തിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് മകന് ബ്രില്യൻറ്റിൻ്റെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം മുതൽ ബ്രില്യൻറ്റിൻ്റെ ഭാഗമാക്കി ഇതായിപ്പോൾ +1+2 പഠിച്ച് കഴിയുമ്പോൾ തന്നെ നീറ്റിൽ നല്ലൊരു റാങ്ക് കരസ്ഥമാക്കുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ പറ്റുന്ന സ്കോർ കരസ്ഥമാക്കുന്നു, റാങ്ക് കരസ്ഥമാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നീരജിൻ്റെ ഒരു ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നീരജ്, ആദ്യം റിസൾട്ട് അറിഞ്ഞപ്പോൾ എന്താണ് ശരിക്കും തോന്നിയത്? ദൈവത്തിനോട് നല്ലൊരു താങ്ക്സ് പറയാൻ തോന്നി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫാദറിനോടും മദറിനോടും എന്ന് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതിനും എനിക്കൊരു ഗൈഡായിട്ടും എനിക്കൊരു പാത്ത് കാണിച്ചു തരുന്നതിനും അവർക്കൊരു താങ്ക്സ്. ബ്രില്യൻറ്റിനോടും ബിജു സാറിനെയും നമ്മുടെ കോർഡിനേറ്ററിനെയും ക്ലാസ് ടീച്ചറെയൊക്കെ വിളിച്ചത് താങ്ക്സും ഒക്കെ ആയിരുന്നു ആദ്യം മനസ്സിൽ വന്ന കാര്യങ്ങൾ. ഇപ്പം മോൻ ഈ ഒരു വിജയത്തിലേക്ക് നയിച്ചതിൽ ചെറുപ്പകാലം മുതലേ പഠിപ്പിച്ചൊക്കെ ഒരുപാട് അധ്യാപകരൊക്കെ ഉണ്ട്. ഹൈസ്കൂളൊക്കെ മോൻ എവിടെയാണ് പഠിച്ചത്? ഹൈസ്കൂള് ഞാൻ നമ്മുടെ അടുത്ത് തന്നെയുള്ള ലോർഡ്സ് പബ്ലിക് സ്കൂൾ ആണ് പഠിച്ചത്. അവിടുത്തെ ടീച്ചേഴ്സും ആയിരുന്നു ഒരു ബ്രില്യൻറ്റിലേക്ക് എന്നൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. അവിടുത്തെ ടീച്ചേഴ്സൊക്കെയാണ് ബ്രില്യൻറ്റിൽ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മോന്
ആദ്യം അവരാണ് ഒരു ഇത് പറഞ്ഞത്, നിനക്ക് ബ്രില്യൻറ്റിലൂടെ ഒന്ന് ചേർന്ന് നോക്കൂടെ. അങ്ങനെയാണ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോൾ മുതലാണ് മോൻ്റെ മനസ്സിൽ വരുന്നത്? അതിന് ഇനി സ്റ്റോറി ബിക്കാൻ. ഡോക്ടർ ആകുക എന്നുള്ളത് അങ്ങനല്ല, എൻ്റെ ജീവിതത്തിൽ ആൾക്കാരെ സഹായിക്കണം, അതെങ്ങനെയാണെങ്കിലും ആൾക്കാരെ സഹായിക്കണം. അങ്ങനെ ഇന്ന് ഒരു 10th അടുക്കുമ്പോഴാണ് എൻ്റെ ഫാദർ എന്നോട് പറയുന്നത്, ഡോക്ടർ പ്രൊഫഷനിൽ നീ കുറേ ആൾക്കാരെ സഹായിക്കും, നിനക്ക് സഹായിക്കാൻ ഒരു പരിധിയില്ല, നിനക്ക് സഹായിക്കാൻ പറ്റും, എത്ര നാൾ വേണമെങ്കിലും സഹായിക്കാൻ പറ്റും. അങ്ങനെയാണ് ഡോക്ടർ പ്രൊഫഷൻ. പിന്നെ ആ പ്രൊഫഷനെ പറ്റി സെർച്ച് ചെയ്യുമ്പോഴും, ആ പ്രൊഫഷനെ പറ്റി നോക്കുമ്പോഴും, ആ പ്രൊഫഷനെ പറ്റി വായിക്കുമ്പോഴും, നമ്മുടെ റിലേറ്റീവ്സിൽ ഡോക്ടേഴ്സ് ഉള്ളപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലും, പിന്നെ അവരുടെ ഒരു ആരാധനയും, അത് പഠിച്ചാൽ എന്താ. ആൻഡ് മൈ ബ്രദർ മെഡിസിൻ പഠിക്കുന്ന തേർഡ് ഇയർ. എവിടെയാണ് പഠിക്കുന്നത്? പത്തനംതിട്ട. ഓക്കെ, എവിടെയായിരുന്നു എൻട്രൻസ് പരിശീലിച്ചതാണ്? മാന്നാനത്ത് ബ്രില്യൻറ്റ് കോച്ചിങ്. അതൊരു വലിയ ഫാക്ടറാണ്. ആളുടെ ചേട്ടൻ ഓൾറെഡി ബ്രില്യൻറ്റിൻ്റെ ഭാഗമായിരുന്നു, നല്ലൊരു സക്സസ് നേടി. ആളും ഈ ഒരു സർവീസ് മനോഭാവമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ പ്രൊഫഷൻ തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫാമിലിയിലേക്ക് രണ്ടാമതൊരു ഡോക്ടർ കൂടി എന്ന് പറയേണ്ട ഒരു വലിയ സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ആൻഡ് തീർച്ചയായിട്ടും ഇനി നമുക്കറിയാൻ ആഗ്രഹം നീരജിൻ്റെ ഒരു പഠന രീതിയൊക്കെയാണ് അല്ലേ. എങ്ങനെയാണ് നീറ്റ് 2026 അതും ആദ്യം സിമ്പിളായിട്ടൊരു എക്സാം ആയിരുന്നു, അതിനുശേഷം വീണ്ടും ഹാർഡാവുന്നു. അപ്പോൾ ആ ഒരു എക്സാമിനെയൊക്കെ എങ്ങനെയാണ് നേരിട്ടത്, അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ. യെസ് നീരജ്, സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ മറന്ന് ഇപ്പോൾ വേറൊരു രീതിയിലേക്ക്, വേറൊരു ട്രാക്കിൽ തന്നെയാണ് അല്ലേ? യെസ്, ഒരു റെസ്റ്റിലാണ്. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു അവധിക്കാലമൊക്കെ എങ്ങനെയാണ് മോൻ സ്പെൻഡ് ചെയ്യുന്നത്? അവധിക്കാലം മോസ്റ്റ്ലി ഫ്രണ്ട്സിനെ വിളിക്കുക, പിന്നെ എൻ്റെ കയ്യിൽ കുറേ 2-3-4 വർഷമായിട്ട് കാണാൻ ബാക്കി വെച്ച കുറച്ച് സിനിമകളൊക്കെ ഇരുന്ന് കാണുന്നു. യെസ്, ഓക്കെ. ഇപ്പോൾ നീറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് സോഷ്യൽ മീഡിയാസ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ, അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ നമുക്ക് പഠിക്കുന്നിടത്തുണ്ട് എങ്കിൽ പോലും നമ്മുടെ കൂടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഒന്ന് നമ്മൾ കുറച്ച് നാളത്തേനൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഇപ്പോൾ ഒരു വലിയ നേട്ടത്തിന് ശേഷം അവരിലേക്ക് ബാക്ക് ടു ട്രാക്ക് ആയിരിക്കുകയാണ്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് നീരജിന് എന്താണ് പറയുന്നത്? നമ്മൾ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്തെങ്കിലേ നമുക്ക് ആ സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ എടുക്കുന്ന സാക്രിഫൈസിന് അനുസരിച്ചായിരിക്കും നമുക്ക് എപ്പോഴും റിസൾട്ട് ഉണ്ടാകും. നമ്മൾ എടുക്കുന്ന സാക്രിഫൈസ് അത്ര വലുതാണ്. ലൈക്ക് 2 years നമ്മളെ വീട്ടിൽ നിന്ന് മാറി നിന്ന് നമ്മളൊരു ഹോസ്റ്റലിൽ അല്ലെങ്കിൽ അവിടെ വീടെടുത്ത് ഡേ സ്കോളറായിട്ട് പഠിച്ച് ഇപ്പോൾ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ വിട്ട് നിന്ന് അങ്ങനെ പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ബ്രില്യൻറ്റിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെ കിട്ടും. ഓക്കെ, ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെ കിട്ടും എന്നുള്ളത് നീരജ് പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, എനിക്കൊന്ന് +1 +2 ബ്രില്യൻറ്റിൻ്റെ എൻട്രൻസോടെ പരിശീലിച്ചാണ് നീരജ് ഒരു സക്സസ്സിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ നീരജിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു ബ്രില്യൻറ്റ് ഫാക്ടർ എന്താണ്? സോ മോസ്റ്റ്ലി നമുക്ക് ബ്രില്യൻറ്റ് ഫാക്കൽറ്റീസിൽ കോർഡിനേറ്റേഴ്സ് ആയാലും ക്ലാസ് ടീച്ചേഴ്സ് ആയാലും ഈവൻ സബ്ജക്ട്സ് ടീച്ച് ചെയ്യിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് തരുന്നൊരു സപ്പോർട്ടുണ്ട്. ഒരു പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കുറഞ്ഞാൽ അടുത്ത പരീക്ഷ കയറി വരാമെന്ന് പറയുന്നൊരു ഉറപ്പുണ്ട്. ഒരു പാഠം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ കൂടുതൽ സഹായിക്കാമെന്ന് പറഞ്ഞത് ഉള്ളൊരു മനസ്സുണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്. അതാണ് ഏറ്റവും വലിയൊരു ഡ്രൈവിംഗ് ഫാക്ടർ, അതാണ് ഒരു മോട്ടിവേഷൻ നമുക്ക് അടുത്ത പരീക്ഷയിൽ മാർക്ക് നേടാനും ഉള്ള. അപ്പം നീരജിൻ്റെ ഒരു സക്സസ് ജേർണിയിൽ നീരജ് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീരജിൻ്റെ ഈ വലിയ വിജയത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് പേരൻസ് ആണെന്നുള്ളത്. അവർക്ക് അതിലും വലിയൊരു അംഗീകാരം കിട്ടാനില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പേരൻസ് കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്ക് വന്ന് നീരജിൻ്റെ ഒരു സക്സസിന് വേണ്ടി താമസിച്ച ഒരു സ്റ്റോറിയൊക്കെ പറയാനുണ്ട് നമുക്ക്. അപ്പോൾ സാർ, ആദ്യമേ തന്നെ ഒരു വലിയ ആശംസ നേരുന്നു ബ്രില്യൻറ്റ് ഫാമിലിയുടെ ഭാഗത്തു നിന്നും. മകൻ വലിയൊരു സക്സസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളം ഒന്നടങ്കം നീരജിൻ്റെ ഒരു സക്സസ്സിൽ അഭിനന്ദിക്കുന്നു. ഞാൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു പ്രിപ്പറേഷൻ ടൈമിൽ, അതിപ്പോൾ ഏതൊരു എക്സാം ആയിക്കോട്ടെ, ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു സമയത്ത് പേരൻസിൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സാർ നോക്കിക്കണ്ട നീരജിൻ്റെ ഒരു നീറ്റ് പ്രിപ്പറേഷൻ ജേർണി എങ്ങനെയായിരുന്നു? നല്ല വൃത്തിക്ക് ഹാർഡ് വർക്ക് ചെയ്യും. ഹാർഡ് വർക്ക് ചെയ്യുന്നത് സക്സസിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ പരീക്ഷകൾ നടക്കുമ്പം 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റും. അപ്പോൾ തെറ്റുമ്പം അദ്ദേഹം വലുതായിട്ട് ഡെസ്പാവും. അപ്പം വന്നിരുന്ന് പറയാം, അച്ഛാ അത് തെറ്റിപ്പോയി. അപ്പം ഞാൻ പറയുന്നത്, ആ തെറ്റിപ്പോയത് നമുക്ക് ഇനി ഒരിക്കലും തെറ്റത്തില്ല. അതാണ് അതിൻ്റെ പ്ലസ് പോയിന്റ്. ഈ ക്വസ്റ്റ്യൻ ഇനി നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും തെറ്റത്തില്ല. അപ്പോൾ അത് തെറ്റിയിട്ട് തന്നെ പഠിച്ചെടുക്കാം. മിസ്റ്റേക്ക് ലേണിംഗ്, അങ്ങനെയാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഓരോ പരീക്ഷയ്ക്കും മാർക്ക് കുറയുമ്പം ബെർലിനിലെ സാർമാർ തന്നെ വിളിക്കും, എന്ത് പറ്റി നീരജ്, എന്താണത്, ഏത് ക്വസ്റ്റ്യനാണ് തെറ്റിയത്, എന്തുകൊണ്ട് പറ്റിയതാണ്. അതൊരു വല്ലാത്ത മോട്ടിവേഷൻ ആയിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, മാർക്കൊക്കെ വന്നു കഴിയുമ്പം, അല്ലെങ്കിൽ പരീക്ഷ കഴിയുമ്പോൾ തന്നെ പറയും 2-3 എണ്ണം തെറ്റിയിട്ടുണ്ട്, ഇത്ര മാർക്ക്. ഞാൻ പറയും കുഴപ്പമില്ല, അത്. അപ്പം അത് നമ്മൾ വീട്ടിൽ വന്ന്
ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ തെറ്റിയത് ഇന്നതൊക്കെയാണ്, അത് ഇന്നതുകൊണ്ട് തെറ്റിയതാണ്. അപ്പം തന്നെ നോക്കും ഏതൊക്കെ തെറ്റിയിട്ടുണ്ട്, എന്തൊക്കെ തെറ്റി, എന്താണ് പറ്റിയത്. അത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആയിരിക്കും ബ്രില്ലിൽ നിന്ന് സാർമാർ വിളിക്കുന്നത്, എന്താണ് പറ്റിയത്, ഇതാണ് ക്വസ്റ്റ്യൻ, അപ്പോൾ അതിങ്ങനെ ചെയ്യണം. അതൊരു വല്ലാത്ത മോട്ടിവേഷനാണ്. മീൻസ് ഇവരുടെ ക്ലാസ് ടീച്ചർ ശരണ്യ മിസ്, ബിജു സാറ്, ബ്രില്യൻറ്റിലെ ഡയറക്ടർമാര്, ജസ്റ്റിസ് സാറ്, ജൂണി സാറ്, ഇവരൊക്കെ നമ്മളെ ഒരു വല്ലാത്ത രീതിയിലായിരുന്നു അവർ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ സക്സസ് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ശരിക്കും അതൊരു അവരുടെ ഒരു എയിം പോലെ നമ്മളെക്കാൾ ഉപരി അവര് അങ്ങനെ ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു വല്ലാത്തൊരു മോട്ടിവേഷൻ ആയിരുന്നു. സർ, അതുപോലെ തന്നെ കുറച്ചൊക്കെ മാർക്ക് കുറയുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ പേരൻസിനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ കുട്ടികളെ അങ്ങനെ മെന്റലി സ്ട്രോങ് ആക്കി നിർത്തണം എന്നുള്ളത് സാറിന് ഇപ്പോൾ ഈ വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന പേരൻസിനോട് എന്താണ് പറയാനുള്ളത്? ഒരു രക്ഷകർത്താവെന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മുടെ കുട്ടിയുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകുക. 1-2 പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കുറയാം, പക്ഷേ അതൊരു പെർമനൻ്റ് അല്ല. അവനെ നമ്മൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുക, നിന്നെക്കൊണ്ടത് പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു. നിനക്കിത് തെറ്റിയത് അപ്പോഴത്തെ ഒരു പിശകുണ്ട്, ആ ക്ലാസ് റൂമിൽ അപ്പം പറ്റിയ പിശകാണത്. നിന്റെ സ്റ്റഡി അല്ലെങ്കിൽ നിന്റെ സ്റ്റഡി മെറ്റീരിയൽ നല്ല സ്ട്രോങ് ആണ്, അപ്പം പറ്റിയ പിശക് കൊണ്ട് 1-2 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വിഷമിക്കേണ്ട. നമുക്ക് നമ്മുടെ ടെൻഷൻ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ പറയേണ്ടതും പിള്ളേരുടെ അത് തന്നെയാണ്. എന്ന് വെച്ചാൽ അവരുടെ കഴിവിൽ അവർക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം. പ്രൗഡ് പേരൻസ് ആണ്. 2 മക്കളും ബ്രില്യൻറ്റിനായിരുന്നു. ഇപ്പോൾ 2 മക്കളും നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടാൻ പോവുകയാണ്. അതിലൊരാളിപ്പോൾ ഓൾറെഡി അഡ്മിഷൻ നേടി 3rd ഇയർ പഠിക്കുകയാണ്. അമ്മയോടാണ് ചോദ്യം. അമ്മ, ശരിക്കും ഒരുപാട് സന്തോഷം നിറയുന്ന നിമിഷമല്ലേ? ഒരു ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ നമ്മൾ ബ്രില്യൻറ്റിലേക്ക് എനിക്ക് തോന്നുന്നു ചെറുപ്പകാലം മുതൽ ഫൗണ്ടേഷൻ പ്രോഗ്രാം മുതൽ 8ാം ക്ലാസ് മുതലുണ്ട്. 8ാം ക്ലാസ് മുതൽ ബ്രില്യൻ ഫാമിലിയുടെ ഭാഗമായി ഒരുപാട് കേരളത്തിലെ ഒരുപാട് പേരൻസ് ഒക്കെ ആഗ്രഹിച്ച് അവരുടെ മക്കളെ ലക്ഷ്യത്തിൽ എത്തിച്ചതുപോലെ ഈ കുടുംബത്തിലും ഇതാ 2ാമതൊരു വിജയി കൂടി ഉണ്ടായിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ചെറുപ്പം മുതൽ അമ്മ കാണുന്നല്ലേ മോൻ്റെ ഒരു പഠനവും കാര്യങ്ങളും ഒക്കെ? ആദ്യം തന്നെ സന്തോഷം തോന്നുന്നു, അഭിമാനവും തോന്നുന്നു. ചിട്ടയായ പഠിത്തമാണ് അവനുള്ളത്. അതോടൊപ്പം തന്നെ ബ്രില്യൻറ്റിന്റെ ഫാക്കൽറ്റീസ് എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ക്ലാസ് ടീച്ചറായാലും മെന്റർമാരെല്ലാം നല്ലപോലെയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ അവൻ നല്ലോണം ഹാർഡ് വർക്കും ചെയ്തു. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവന് ഉയരുകയും ചെയ്തു. പഠിക്കാനും താല്പര്യം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ എങ്ങനെയാണ് പഠിക്കുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു? 2 കുട്ടികളും എങ്ങനെയായിരുന്നു? 2 പേരും അന്നുള്ള പോർഷൻസ് എല്ലാം അന്ന് തന്നെ പഠിച്ചിട്ടേ കിടക്കത്തുള്ളൂ. ഹോംവർക്കുകളെല്ലാം കൃത്യമായി ചെയ്യും. സ്കൂളിലൊക്കെ മിടുക്കന്മാരായിരുന്നു? സ്കൂളിലെ മിടുക്കന്മാരായിരുന്നു, ടോപ്പർമാരായിരുന്നു. സൈനിക സ്കൂളിൽ 6ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടിയതായിരുന്നു. അത് ഉപേക്ഷിച്ചിട്ടാണ് ഡോക്ടർ ആവുന്ന ലക്ഷ്യത്തോടുകൂടി ബ്രില്യൻറ്റിൽ ചേർന്നു പഠിച്ച് ഇങ്ങനെ ഇത്രയും വലിയ വിജയം കരസ്ഥമാക്കിയത്. അപ്പോ പഠന മികവ് എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പഠിച്ചു. സൈനിക സ്കൂളിലൊക്കെ കിട്ടിയപ്പോഴും ഡോക്ടർ ആവണം എന്നുള്ളതൊരു ഉറച്ച തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രില്യൻറ്റിലേക്ക് എത്തുന്നു. നമ്മുടെ 2 ഇയർ പ്രോഗ്രാമിലും ഫൗണ്ടേഷൻ പ്രോഗ്രാമിലും ഒക്കെ ഭാഗമായി നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ കൃത്യമായ അടിത്തറ ലഭിച്ചു. ഇതായിപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും ഉയർന്ന സ്കോർ കരസ്ഥമാക്കി മുന്നിലെത്തിയിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ കേട്ടത് തീർച്ചയായിട്ടും പേരൻസിൻ്റെ ഒക്കെ ഒരു ബ്രില്യൻ്റ് അനുഭവങ്ങളും അതുപോലെ മകൻ്റെ പഠന രീതിയും ഒക്കെയാണ്. ഇതുപോലെയൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നു, ഇനി നീറ്റ് 2027 ഞങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ മോൻ്റെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു, എത്ര സമയം ഒരു ദിവസം പഠിക്കുമായിരുന്നു, ഏതൊക്കെ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, എങ്ങനെയാണ് എക്സാം ഹാളിൽ കൃത്യമായിട്ട് പെർഫോം ചെയ്തതെന്നൊക്കെ അല്ലേ? അപ്പം നമുക്കത് നീരജിനോട് തന്നെ ചോദിക്കാം. അപ്പം നീരജ് നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ 2 വർഷക്കാലമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിച്ചു. പഠിക്കുന്ന സമയം കൃത്യമായിട്ട് വിനിയോഗിച്ച് മറ്റൊരു കാര്യങ്ങൾക്കും പോയില്ല. ഒരു ദിവസം എത്ര സമയം നീരജ് പഠിക്കുമായിരുന്നു? പഠനത്തിന് എങ്ങനെയായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരുന്നത്? ദിവസം ഇത്ര ഫിക്സ്ഡ് ടൈം ഇല്ല. ആ ദിവസത്തേക്കുള്ള ഇറക്കം കിട്ടണം. ആൻഡ് ആ ദിവസം അന്നത്തേക്കുള്ള പോർഷൻസ് എത്ര വരെയാണോ അതെല്ലാം തീർക്കുകയും വേണം. അതിൻ്റെ ഒരു ബാലൻസിൽ നമ്മൾ പഠിക്കുകയാണ്. ചില ദിവസങ്ങളിൽ പരീക്ഷ കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം നല്ല ടയേർഡായിട്ട് വരുന്ന ദിവസങ്ങൾ, ലൈക്ക് നല്ല ഹെവി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഹെവി ആയിട്ട് വരുന്ന ദിവസങ്ങൾ ഇത്തിരി ഉറങ്ങുക, അധികം വേണമെങ്കിൽ ഇത്തിരി സ്റ്റഡി ടൈം കുറയ്ക്കും. ബാക്കി എല്ലാ ദിവസങ്ങളിലും പക്ഷെ നല്ലോണം തന്നെ ഒരു 13-14 hours പ്ലസ് മിക്കവാറും പഠിക്കാറുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ പഠിക്കുമ്പോൾ ഒരു ഫിക്സഡ് ടൈമിങ് കീപ്പ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതായത് ഒരു ടൈം ടേബിൾ. ഒരു നീറ്റ് പ്രിപ്പറേഷൻ കാലഘട്ടത്തിൽ മോൻ അങ്ങനെ ടൈം ടേബിൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സോ ടൈം ടേബിളിനെ പറ്റി പറയുമ്പോൾ ടൈം ടേബിൾ രാവിലെ ഒരു 7 o'clock അടുത്ത് എണ്ണീക്കും. ആൻഡ് പിന്നെ സ്കൂള് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ വൈകിട്ട് ഒരു 5:30 അടുപ്പിച്ച് ഞാൻ വീട്ടിൽ കയറും. 5:30-6 o'clock ആകുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഫുൾ സ്റ്റഡീസിലായിരിക്കും. പിന്നെ രാത്രി വരെ അത്യാവശ്യം ഒരു 12 maybe 1 PM വരെ ഞാനൊരു ലേറ്റ് നൈറ്റ് സ്റ്റഡി ചെയ്യുന്ന ആളാണ്. രാവിലെയും പഠിക്കും, പക്ഷേ ലേറ്റ് നൈറ്റ് എനിക്ക് കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കിട്ടും രാത്രി ആകുമ്പോഴത്തേക്കും.
ഒരു 1 PM ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 6 hours സ്ലീപ്പ് കിട്ടത്തക്ക രീതിയിലാണ് എൻ്റെ ഷെഡ്യൂൾ പോകുന്നത് മിക്കവാറും സമയങ്ങളിൽ. അതുപോലെ നീരജിനെ ബ്രില്യൻറ്റിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ഏറ്റവും നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാൻ? റിസൾട്ടാണ് ആക്ച്വലി ബ്രില്യൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. ബ്രില്യൻറ്റിൽ പഠിക്കുന്നുണ്ട് ആ ഒരു ഹെവി കോമ്പറ്റീഷനിൽ കിട്ടുന്ന ഒരു ഇതുണ്ട്, ആ എക്സാം എഴുതി ആ റിസൾട്ട് നോക്കുമ്പോൾ കിട്ടുന്നൊരു. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും നല്ല ബ്രില്യൻ്റ് തന്നെ ടോപ്പേഴ്സാണ്. റോഷനായാലും നമ്മുടെ അഡ്വാൻസ്ഡ് ടോപ്പർ ആയ റോഷനും പിന്നെ വിഘ്നേഷും ഗൗരി ശങ്കർ BRക്കിന്റെ ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ട് ഗൗരി ശങ്കറും, അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ തന്നെ ഉള്ള ടോപ്സ് ഇപ്പം ലെനാർഡ് റോഷൻ, തോമസ് കുര്യൻ, അങ്ങനെയുള്ള ടോപ്പ് മുരളീകൃഷ്ണ അശോക്, അതുപോലെ ടോപ്പേഴ്സ് ഒരു ക്ലാസ്സിലെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിവിധങ്ങളായ എൻട്രൻസ് എക്സാമിലെ എല്ലാ ടോപ്പേഴ്സിനും ഒരുമിച്ചിരുന്ന് പഠിച്ച ആളാണ്. അതെ, ഒരുമിച്ചിരുന്ന നമ്മൾ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം പഠിക്കണം, അവരുടെ ഒപ്പം എത്തണം, ആ ഒരു ടൈപ്പിൽ എത്തണം എന്നുള്ളൊരു മോട്ടിവേഷൻ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളും അതുപോലൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂൾ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെ തന്നെയാണ് ടോപ്പേഴ്സും നീറ്റ് ടോപ്പേഴ്സും ഒക്കെ വരുന്നത്. നിരജ്, നമുക്ക് പഠിക്കുന്ന എല്ലാ കാലത്തും ഏറ്റവും എളുപ്പമുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടാവും, എന്നാൽ കുറച്ച് പാടായിട്ടുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടാവും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ 3 സബ്ജക്റ്റിൽ ഏതായിരുന്നു ഏറ്റവും എളുപ്പം, ഏതായിരുന്നു ഏറ്റവും പാട്? അപ്പം ഏറ്റവും സിംപ്ലസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ബയോളജിയാണ്. എസ്പെഷ്യലി സുവോളജി ആണ് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രി പഠിച്ചു തീർത്താൽ പിന്നെ അത് പ്രശ്നം അങ്ങനെ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഫിസിക്സിനേക്കാളും ഹാർഡറായിട്ട് തോന്നുന്നത് എപ്പോഴും ഫിസിക്കൽ കെമിസ്ട്രിയാണ്. ചില സമയങ്ങളിൽ അത് കാൽക്കുലേഷൻ ചിലപ്പോൾ അങ്ങ് വല്ലാതെ ഹെവിയാവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തും ഹെവിയാവും. ഫിസിക്സ് ഓൾവേസ് എപ്പോഴും ഒരു മോഡറേറ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ആയിരുന്നു ഏറ്റവും കൂടുതൽ പാടെന്ന് പറഞ്ഞു. ഈ പാടായിട്ടുള്ള സബ്ജക്റ്റിനെ എങ്ങനെയാണ് നമ്മൾ ഏറ്റവും ഈസിയറായിട്ട് അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടായി സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നാണ് മോന് പറയാനുള്ളത്? ഫിസിക്കൽ കെമിസ്ട്രി ഇനിഷ്യലി നല്ല പാടായിരുന്നു, പിന്നെ അത് ഞാൻ എളുപ്പം ആക്കി കൊണ്ടുവന്നതാണ്. അതിന് മെയിൻ ഫാക്ടർ എന്ന് വെച്ചാൽ ആദ്യം അതിൻ്റെ തിയറി, അതിൻ്റെ കോർ പാർട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈവൻ ഇഫ് നമുക്ക് ചിലപ്പോൾ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ തന്നെ അതിൻ്റെ ബിഹൈൻഡ് ദി ക്വസ്റ്റ്യൻ എന്താണ് പ്രിൻസിപ്പിൾ എന്ന് ആദ്യം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് റിഫൈൻ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻ ചെയ്യണം. കുറേ ക്വസ്റ്റ്യൻ എസ്പെഷ്യലി ബ്രില്യൻറ്റിൻ്റെ ലെവൽ 3-ലൊക്കെയുള്ള ഫിസിക്കൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അത് പ്രാക്ടീസ് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വലുതായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് നമ്മുടെ ഇനി പ്രിപ്പറേഷൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ മോൻ എങ്ങനെയാണ് പഠിച്ച കാര്യത്തേക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ പഠിക്കുന്ന ആളോട് ഇനി ടിപ്സ് ആൻഡ് ട്രിക്സ്? പഠിച്ച കാര്യങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ എപ്പോഴും എല്ലാം ഓർത്തിരിക്കില്ല. അപ്പോൾ ബയോളജിയിലൊക്കെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്കൊരു 80% ഉള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് മനസ്സിലാകും, നമുക്ക് ഓർമ്മയിൽ നിൽക്കും. ബാക്കി 20% എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ ശരിയാക്കണം. ആൻഡ് ആൾസോ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ പാഠം വായിച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്താൽ അടുത്ത വട്ടം വരുമ്പോൾ അത് ഫോക്കസ് ചെയ്താൽ നമുക്ക് അത് ഇത്തിരി കൂടെ നല്ലതായി വരും. ഷോർട്ട് നോട്ട്സ് വെക്കുക, സ്റ്റിക്കി നോട്ട്സ് കുറെ ഉണ്ടായിരുന്നു എനിക്ക്. റൂമിലൊക്കെ ഇങ്ങനെ ഫുൾ ഡിസൈൻ ഉണ്ടായിരുന്നോ? ഫുൾ ഡിസൈൻഡ് അല്ല, എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഈ പരീക്ഷയ്ക്ക് ഞാനത് മറന്നുപോയെന്ന് തോന്നിയാൽ അപ്പോഴേ അതൊരു സ്റ്റിക്കി നോട്ടിൽ എഴുതി ഒട്ടിക്കും. അടുത്ത വട്ടം അതേ ക്വസ്റ്റ്യൻ അങ്ങാണം അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ അതേ കൺസെപ്റ്റിൽ വന്നു കഴിഞ്ഞ് എനിക്കത് ശരിയാക്കാൻ പറ്റിയാൽ മാത്രമേ പിന്നെ അത് ഉയർത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് വരാം. നമ്മുടെ മോഡൽ എക്സാമിന്റെ ടൈം എനിക്ക് തോന്നുന്നു ഇത്തവണ, അതായത് 2025 നീറ്റ് കുറച്ച് ഹാർഡായിരുന്നുകൊണ്ട് നിങ്ങൾക്ക് മോഡൽ എക്സാം കഴിഞ്ഞ് നീറ്റ് അഡ്വാൻസ്ഡ് മോഡൽ എന്ന് പറയുന്നൊരു അടിപൊളി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്ന ഒരു സെഷൻ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് മോഡൽ എക്സാം എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മാർക്കിൽ വേരിയേഷൻസ് ഒക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോണം. മോഡൽ എക്സാംസ് ഇൻ ജനറൽ നമുക്ക് വൺ ഓഫ് ദി ബെനിഫിഷ്യൽ സാധനങ്ങൾ തന്നെയാണ്. അതില്ലാതെ നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ മോഡൽ എക്സാംസ് ആണ് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് റിഫൈനിങ് പോലെ ആക്ട് ചെയ്യുന്നത്. ആക്ച്വലി ബ്രില്യൻറ്റിനോട് എനിക്ക് ഏറ്റവും വലിയ താങ്ക്സ് ഉള്ള കാര്യം എന്ന് വെച്ചാൽ നീറ്റ് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡക്ഷനാണ്. നമുക്ക് നീറ്റ് 2025 ഹാർഡർ ആയതുകൊണ്ട് നീറ്റ് 2026 ഹാർഡർ ആകും എന്നുള്ളൊരു ചാൻസ് ഫാക്ടർ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്രില്യൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാക്ടറാണ്. നമുക്ക് ഞങ്ങൾ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടൊരു കാര്യമാണ് നീറ്റ് അഡ്വാൻസ്ഡ്. അതിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് കൊണ്ടുള്ള സ്കില്ല് ഇമ്പ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ ഒരു ഹാർഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്യണോ അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. സ്കിപ്പ് ചെയ്യാത്ത ശീലമുള്ള ആൾക്കാർക്ക് അത് സ്കിപ്പ് ചെയ്യാനൊരു ഇതും അങ്ങനെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിരുന്നു നീറ്റ് അഡ്വാൻസ്ഡ്. അതാണ് നമുക്ക് 26 റീനീറ്റിൽ നമ്മളെ കുറേ അധികം സഹായിച്ചത്. ഇപ്പോൾ ബ്രില്യൻറ്റിലെ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ഒക്കെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്ഥിരം ആദ്യം റാങ്കുകളിൽ തന്നെ ഇപ്പോഴും കേട്ടോണ്ടിരുന്നൊരു പേരാണ്
നീരജ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോഴും കേരളം ആദ്യ റാങ്കിൽ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പേര് തന്നെയാണ് നീരജിൻ്റെത്. ഇപ്പോഴും നമ്മൾ രസകരമായിട്ടൊക്കെ പറയാറുണ്ട്, കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ബ്രില്യൻറ്റിന്റെ റാങ്ക് ലിസ്റ്റ്. അതെ, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ആ ഒരു അനുഭവം എപ്പോഴും പേര് ടോപ്പിൽ വരിക, അതിനെക്കുറിച്ചൊക്കെ എന്താ പറയുക? ആക്ച്വലി ബ്രില്യൻ്റ് എക്സാംസിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അത് എക്സാം എഴുതി അടുത്ത ദിവസം രാവിലെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ കോർഡിനേറ്റർ നമുക്ക് റാങ്ക് ലിസ്റ്റായിട്ട് വന്ന് വിളിക്കുന്ന ഒരു സമയമുണ്ട്. ആ നിമിഷത്തിൽ നമുക്ക് റാങ്ക് ടോപ്പ് റാങ്കിലുണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് വന്ന് ഈ വട്ടോ നീ തന്നെ എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. അത് വൺ ഓഫ് ദി പ്രൗഡ് മൂമെന്റ്സ് ആണ് ആക്ച്വലി. ഇനി അതിന്റെ ഒരു അതർ സൈഡൂടെ, ഫസ്റ്റ് റാങ്കിലല്ല ആ ദിവസം വായിക്കുന്നെങ്കിൽ എന്തായിരുന്നു നീരജിന്റെ ഒരു മെന്റാലിറ്റി? ഫസ്റ്റ് റാങ്കിലല്ല എങ്കിൽ ആ അന്ന് പഠിച്ച പാഠത്തിൽ, ആ പരീക്ഷ ഇട്ട പാഠത്തിൽ എവിടെയോ എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളതാണ് അർത്ഥം. എക്സാക്ട്ലി. അപ്പോൾ അത് അടുത്ത വട്ടം ഇതേ ചാപ്റ്റേഴ്സ് ഏതെങ്കിലും ഒരു എക്സാമിൽ വരുമ്പോഴത്തേക്കും അത് സമയത്തിനുള്ളിൽ തന്നെ അത് ഫിക്സ് ചെയ്തിരിക്കണം. അതാണ്. അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സ് അപ്പം തന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കുമ്പോൾ പറയും ഈ പാഠം ഫോക്കസ് ചെയ്യേണ്ടതല്ലേ. ക്ലാസ് ടീച്ചറും ശരണ്യ മിസ്സും അങ്ങനെ വന്ന് പറയുമായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ദേവിക മിസ് നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എപ്പോഴും. നീരജ് അതുപോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പരിപാടി റീനീറ്റ്, അത് കേട്ടപ്പോൾ ആദ്യം എന്താ തോന്നിയത്? ശരിക്കും ആദ്യം നമ്മളെ ബുക്കെല്ലാം താത്ത് വെച്ചു. അതെ. അപ്പൊ ഇനി ഒന്നുകൂടെ ഒന്നുകൂടെ എടുത്ത് പഠിക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒരു ഈവൻ 10 days ഗ്യാപ്പ് ഓൾമോസ്റ്റ് കിട്ടിയെങ്കിലും നമ്മൾ ആ സമയം കൊണ്ട് കുറെ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ തിരിച്ചു വന്നാൽ എത്രത്തോളം നമുക്കത് നമ്മളെ കൊണ്ട് എടുക്കാനും നമുക്ക് എത്രത്തോളം ഓർമ്മ ഉണ്ടായിരിക്കും എന്നുള്ള സംശയമായിരുന്നു ആദ്യം ഉള്ളത്. പക്ഷെ അപ്പോഴും പേരൻസ് എന്ന് പറഞ്ഞ ഓർമ്മയൊക്കെ ഉണ്ടാവും, അതൊന്നും പോവില്ല, നീ അത്രയ്ക്ക് പഠിച്ചതല്ലേ, അതൊക്കെ മനസ്സിൽ തന്നെ കാണും എന്ന് പറഞ്ഞിട്ടുള്ളൊരു റീഅഷുറൻസ് ആണ് കിട്ടിയത്. പിന്നെ അനലൈസ് ചെയ്യുമ്പോൾ ഇനിയൊരു റീനീറ്റ് ആണ് എങ്കിൽ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് അല്ലേ, കാരണം പേപ്പർ ലീക്ക് ഉണ്ടായ ആൾക്കാർ പോയി കിട്ടുമല്ലോ. യെസ്, എക്സാക്ട്ലി. അതെ. ഇപ്പം നമുക്ക് നീറ്റ് പ്രിപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു എക്സാം ആണെങ്കിലും ഏതൊരു കുട്ടിക്കും ഉണ്ടാകുന്നൊരു സംഭവമാണ് ചെറിയൊരു സ്ട്രെസ്സൊക്കെ അല്ലേ, അതിനെങ്ങനെ മാനേജ് ചെയ്യാന്നാണ് മോനെ പറയാനുള്ളത്? ആക്ച്വലി നീറ്റ് പോലൊരു എൻട്രൻസ് എക്സാം, അതല്ലേ എനി എൻട്രൻസ് എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷൻ ആണ് പലർക്കും സ്ട്രെസ് ആണെന്ന് പറയുന്നത്. ആ കോമ്പറ്റീഷൻ ആക്ച്വലി നമ്മുടെ ക്ലാസ് ഫ്രണ്ട്സിന്റെ ഇടയിൽ നമുക്ക് ആ കോമ്പറ്റീഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ട്. പക്ഷെ എന്നാലും അതൊരു ഹെൽത്തി വേല, നമുക്കൊരു നാളെ അവനും കൂടെ എഴുതും, നമ്മളെല്ലാവരും കൂടെ അല്ലേ എഴുതുന്നേ, അങ്ങനെ ഒരു ഉറപ്പാണ്. പിന്നെ സ്ട്രെസ് ഇൻ കേസ് ഇപ്പോൾ ഒരു എക്സാം നമ്മൾ ആഗ്രഹിച്ചു പോയിട്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പെശകോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും, ഇപ്പോൾ കേരള മിസ്റ്റേക്ക് ഉണ്ടായാലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഓരോ വഴി. ഞാൻ വാക്കിന് പോകുകയായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് പാട്ട് കേൾക്കുന്നവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നവരുണ്ടായിരുന്നു, അല്ലാതെ പിന്നെ ജസ്റ്റ് ചില സമയത്ത് ചിലപ്പോൾ നാപ്പ് എടുക്കുന്നവരുണ്ട്, അങ്ങനെ ഓരോരോ ഹോബീസ് ഫോളോ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഓരോരുത്തരും സ്ട്രെസ് പറയും. അപ്പോൾ നീരജ് പറഞ്ഞ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. ശരിക്കും സ്ട്രെസ് എന്നല്ല നമ്മൾ പറയേണ്ടത്, നമുക്കുള്ളൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ട്, അതിനെയാണ് എല്ലാവരും സ്ട്രെസ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് നന്നായിട്ട് പഠിക്കുക. ഇനി എനിക്ക് ചെറിയ ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു നാപ്പ് എടുക്കുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നവരാണ് പാട്ട് കേൾക്കുക. നീരജ് എപ്പോഴും നടക്കാൻ പോകുന്ന ഒരാളായിരുന്നു, അവൻ്റെ സ്ട്രെസ്സൊക്കെ മാറി നന്നായിട്ട് പഠിച്ചു. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ടിപ്സൊക്കെ നമുക്ക് മൈൻഡിൽ ലോക്ക് ചെയ്ത് വെക്കാം. തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഇത്ര വലിയൊരു സ്കോറിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പിന്നെ ഇത് വെച്ചിരിക്കുന്നൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാവും അല്ലേ? എവിടെ പഠിക്കാനാണ് ആഗ്രഹം ഇപ്പോഴത്തെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ? ഈ ആഗ്രഹം വന്ന അപ്പോഴത്തൊട്ട് നമ്മൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുമ്പോഴും മനസ്സിൽ എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരൊറ്റ പേരാണ് എയിംസ് ഡൽഹി. ന്യൂഡൽഹിയിൽ എയിംസ് പഠിക്കുക, അങ്ങനെ ഒരു ഇതാണ്. എയിംസ് ഡൽഹി അല്ലെങ്കിൽ ജിപ്മർ പോണ്ടിച്ചേരി എന്നുള്ളതാണ്. പിന്നെ അത് നാരോ ഡൗൺ ചെയ്ത് എയിംസ് ഡൽഹിയിലേക്ക് ഫോക്കസ് ആകുകയായിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്കൊന്ന് 6ാം ക്ലാസ് മുതലുള്ള റിസർച്ചാണ്. ആ റിസർച്ച് എത്തിയത് എയിംസ് ഡൽഹിയിലേക്കാണ്. എയിംസ് ഡൽഹിയിലേക്ക് എത്താൻ മോൻ വന്നത് ബ്രില്യൻറ്റിലേക്കാണ്. ആൻഡ് ഫൈനലി ഇപ്പോൾ തീർച്ചയായിട്ടും റിസർച്ചൊക്കെ നടത്തിയ ഒരാളെന്ന സ്ഥിതിക്ക് ഡോക്ടർ ആയതിനു ശേഷം ഏതെങ്കിലും ഒരു വിഭാഗം സ്പെഷ്യലൈസ് ചെയ്യണമെന്നും കൂടെ ഒരു പ്ലാൻ ഉണ്ടോ? ഡോക്ടറായ ശേഷം കാർഡിയോ തൊറാസിക് സർജറി ആണ് ഫോക്കസ് ചെയ്യാനുള്ള ആഗ്രഹമുള്ളത്. റോബോട്ടിക് സർജറി എന്നൊക്കെ ഉള്ളത് ഹൊറൈസണിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നീരജ് പറഞ്ഞത് നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അത് എത്ര നേരത്തെ തുടങ്ങും അത്രയും നേരത്തെ തുടങ്ങി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം നീരജ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നു. ആ ഒരു സമയത്ത് തന്നെ റിസർച്ച് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്താണ് എയിംസ് ഡൽഹി. ഇപ്പോൾ പറഞ്ഞു ഏത് മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൻഡ് ഫൈനലി +1 +2 ഒക്കെ ആയപ്പം എയിംസ് ഡൽഹി എന്നുള്ളത് കുറച്ചുകൂടി ഷാർപ്പായി ഇപ്പോൾ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ പോകുന്ന നേരം
നല്ലൊരു സ്കോർ കരസ്ഥമാക്കി എയിംസിലും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജിപ്മറിലും അഡ്മിഷൻ നേടാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു സ്കോർ കരസ്ഥമാക്കി മുന്നിൽ നിൽക്കുകയാണ് നീരജ്. അപ്പോൾ നമ്മളെ കൊണ്ടുമൊക്കെ അത് പറ്റും എന്ന് തെളിയിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്, നീരജ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് റോബോട്ടിക് സർജറിയിലൊക്കെ എൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ടെന്ന്. നമുക്കറിയാം എയിംസ് ഡൽഹിയിലൊക്കെ ജയ്ബൻ ജോർജ് ഒക്കെ നമ്മുടെ സീനിയർ റെസിഡൻ്റ് ആയിട്ട് മുഹമ്മദ് മുനവീറൊക്കെ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് ഫെമിലിയർ ആയിട്ട് അല്ലെങ്കിൽ അഭിമാനിക്കാവുന്ന തരത്തിൽ ഏറ്റവും മികച്ചൊരു ഡോക്ടറായി അറിയപ്പെടാൻ ഇനി വരുന്ന ഒരാളാണ് നീരജ്. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ നീരജിനെ ഇനി എയിംസ് ഡൽഹിയിൽ അല്ലെങ്കിൽ ജിപ്മർ പോണ്ടിച്ചേരിയിൽ കാണാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.